പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ആക്രമണം നടത്തിയതിൽ പ്രതിഷേധിച്ച സിപിഎം പ്രതിഷേധിക്കുന്നു. സിപിഎമ്മിന്റെ ഓഫീസിലെ കല്ലെറിയാൻ വന്നാൽ കയ്യും കെട്ടി ഞങ്ങൾ നോക്കിയിരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നലെ യുഡിഎഫിന്റെ ഗുണ്ടാ സംഘവും പോലീസും ചേർന്ന് നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് സിപിഎമ്മിന്റെ ഉശിരന്മാരായ സഖാക്കൾ, ആയിരക്കണക്കിന് സഖാക്കൾ പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റ് ഉയർത്തിക്കൊണ്ട് ഈ വാഹനത്തിന് പിറകിൽ ഒരു താക്കീതുമായി കടന്നു വരികയാണ്. പ്രതിഷേധിക്കുക. സിപിഐഎമ്മിന്റെ ഓഫീസിൽ നേരെ ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള പ്രതിഷേധ മാർച്ചാണ് ഈ വാഹനത്തിന് പിറകിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. സിപിഐഎമ്മിന്റെ ഓഫീസ് എന്നാൽ ഞങ്ങളുടെ ചോരയും ജീവനും ഹൃദയവുമായ സിപിഎമ്മിന്റെ ഓഫീസിനെതിരെ ആക്രമിക്കാൻ മുതിർന്നാൽ കയ്യും കെട്ടി നോക്കിയിരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തിരിച്ചടിക്കും കട്ടായം അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു താക്കീത് നൽകിക്കൊണ്ടുള്ള മാർച്ചാണ്. ഇപ്പോൾ വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് കൂടി ചേരുന്നു. സന്തോഷ്, എന്തായാലും ആക്രമണത്തിൽ പ്രതിഷേധിച്ച ഇപ്പോൾ സിപിഐഎം പ്രതിഷേധ പ്രകടനം നടത്തുകയാണ്. എങ്ങനെയാണ് പ്രകടനം പുരോഗമിക്കുന്നത്? സന്തോഷ്, അല്പസമയം മുമ്പാണ് DC ഓഫീസിന് മുമ്പിൽ നിന്നും പ്രതിഷേധ പ്രകടനം ആരംഭിച്ചത്. ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് ഇതേ സമയത്താണ് കോൺഗ്രസിന്റെ ആഹ്ലാദ പ്രകടനം DC ഓഫീസിന് മുമ്പിൽ എത്തുകയും DC ഓഫീസിന് നേരെ കല്ലേറൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തത്. പടക്കമേറുണ്ടായി. ഇത് ചോദ്യം ചെയ്ത പ്രവർത്തകർക്ക് നേരെ പിന്നീട് ആക്രമണം ഉണ്ടായി. ഇതിനിടയിലാണ് വളരെ ആസൂത്രിതമായി പോലീസും കോൺഗ്രസ് പ്രവർത്തകരും ചേർന്ന് DC ഓഫീസിലേക്ക് അതിക്രമിച്ച് കയറിയത്. കോമ്പൗണ്ടിനുള്ളിലേക്ക് കയറിയ പോലീസ് ലാത്തി ചാർജ് നടത്തി. അവിടെ വളരെ കുറച്ചു പ്രവർത്തകർ മാത്രമേ ഉണ്ടായിരുന്നു. ആ പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കുകയും 6ഓളം പ്രവർത്തകർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തുകയും ചെയ്തു. എന്ന് മാത്രമല്ല, 1ാം നിലയിലേക്ക് പോലീസ് ഇരച്ചു കയറാൻ ശ്രമിച്ചപ്പോൾ അവിടെ എതിർത്ത് നിന്നത് സിപിഐഎമ്മിന്റെ സംസ്ഥാന സമിതി അംഗവും പാലക്കാട് മുൻ എംപിയുമായ EN കൃഷ്ണദാസാണ്. EN കൃഷ്ണദാസിനെയും പോലീസ് കയ്യേറ്റം ചെയ്തു. എന്തായാലും ഇതിൽ പ്രതിഷേധിച്ച് ഇന്ന് വലിയ വ്യാപകമായ രീതിയിലാണ് സിപിഐഎം ജില്ലാ കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തുന്നത്. ആയിരങ്ങളാണ് ഇപ്പോൾ റാലിയിൽ അണിനിരക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അത്രയേറെ ബാഹുല്യം. കാരണം തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പോലീസ് മാറി. കോൺഗ്രസ് പ്രവർത്തകർ സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് നേരെ അതിക്രമമായി രംഗത്തെത്തി. വിവിധ സ്ഥലങ്ങളിൽ പാർട്ടി പ്രവർത്തകർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. ഇതിനെതിരെയുള്ള ഒരു ശക്തമായ താക്കീതായി തന്നെയാണ് ഈ റാലി മാറ്റും എന്ന് അറിയിച്ചിരിക്കുന്നത്. പ്രതിഷേധം അറിയിക്കാൻ, നിലപാട് വ്യക്തമാക്കുക. പാലക്കാട് എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടയാണ്. ആകെയുള്ള 12 സീറ്റുകളിൽ 7 സീറ്റിൽ ഇപ്പോഴും സിപിഎം തന്നെയാണ്. 5 സീറ്റിലാണ് UDF വിജയിക്കാൻ. ബാക്കി 7 സീറ്റിലും, അതായത് ഉലയാത്ത കോട്ടയായി നിന്നൊരു ജില്ല കൂടിയാണ് പാലക്കാട്. ആ പാലക്കാടാണ് ഇത്തരത്തിൽ വ്യാപകമായ അതിക്രമങ്ങൾ ഉണ്ടാകുന്നത്. എന്തായാലും അതിനെതിരെയുള്ള ശക്തമായ ഒരു താക്കീതായി ഇപ്പോഴത്തെ ഈ റാലി മാറുകയാണ്. സന്തോഷ്, എന്തായാലും പ്രകടനത്തിൽ എന്തെങ്കിലും അക്രമാസക്തമായ നടപടികൾ എന്തെങ്കിലും വീണ്ടും ഉണ്ടാകുന്ന സാഹചര്യം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഇക്കാര്യത്തിൽ ഇന്നലെ കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിനെതിരെ പോലീസ് നടത്തിയ ലാത്തി ചാർജിനെതിരെ ഒരു താക്കീത് നൽകുക എന്നതാണ് ഇന്ന് നടത്തിയ ഈ പ്രകടനത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ വളരെ സമാധാനപരമായി ഈ റാലി മുന്നോട്ട് പോകുന്നു. സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആരംഭിച്ച് സ്റ്റേഡിയത്തിലേക്കാണ് റാലി നടക്കുന്നത്. റാലിയുടെ മുമ്പിൽ നിന്ന് നയിക്കുന്നവരെ നമുക്ക് കാണാം. ഇന്നലെ നമ്മൾ കണ്ട പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിനെ ഇരു കൈയും വിരിച്ച് സംരക്ഷിച്ച മുൻ MP EN കൃഷ്ണദാസ്, തൊട്ടടുത്ത് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഉണ്ട്, മുൻ MLA ഉണ്ട്, ഏരിയ സെക്രട്ടറിമാരുണ്ട്, വിവിധ വിഭാഗങ്ങളിലുള്ള പാർട്ടി പ്രവർത്തകർ പിന്നിൽ അണിനിരക്കുന്നു. അങ്ങനെ ആയിരക്കണക്കിന് പ്രവർത്തകർ അണിനിരുന്നുള്ള ഒരു റാലി ഇപ്പോൾ പാലക്കാട് നഗരത്തിലൂടെ മുന്നോട്ട് പോകുന്നു. റാലി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു ഇക്കാര്യത്തിൽ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുക തന്നെയാണ് പാർട്ടിയുടെ ആവശ്യം. ഏതെങ്കിലും തരത്തിലുള്ളൊരു അക്രമത്തിലോട്ടോ എതിർപ്പിലോട്ടോ കയ്യാങ്കളിയിലോട്ടോ ഒന്നും കാര്യങ്ങൾ പോകരുത് എന്ന് പാർട്ടി ഉറച്ച നിലപാട്. ലീഗിന്റെ കൊടി കൊണ്ട് മുഖം മറച്ച് അവർക്കെതിരെ കല്ലെറിഞ്ഞിട്ടും എന്തെങ്കിലും നടപടികൾ എന്തെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടോ? സന്തോഷ്, ഗുണ്ടകൾക്കെതിരെ താക്കീത് നൽകിക്കൊണ്ടുള്ള പ്രതിഷേധ മാർച്ച് ഈ വാഹനത്തിന് പിറകിൽ കടന്നു വരികയാണ്. ഇതുവരെ ഒരാളെ പോലും ഈ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം ഇന്നലെ ആ ദൃശ്യങ്ങളൊക്കെ കൃത്യമായി പുറത്തു വന്നു.
പ്രത്യേകിച്ച് ഈ പാലക്കാട് നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി രമേഷ് പിഷാരടി തുറന്ന ജീപ്പിലാണ് അവർക്കുണ്ട്. ആ ജീപ്പിന് തൊട്ടടുത്തുണ്ടായിരുന്ന പ്രവർത്തകനാണ് ലീഗിന്റെ ആ കൊടിയൊക്കെ മുഖം മറിച്ച് വളരെ ആസൂത്രിതമായി ബോംബ് ശരിക്കും അടക്കം പാർട്ടി ഓഫീസിലേക്ക് വരുന്ന ആ ദൃശ്യങ്ങൾ വന്നിട്ട് പോലും ദൃശ്യങ്ങളിലടക്കം വ്യക്തമായ ദൃശ്യങ്ങളിലടക്കം കാണാവുന്നതുമാണ്. സന്തോഷ്, കേസ് പോലും രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല. സന്തോഷ് തുടർന്നോളൂ, കേൾക്കാം. തീർച്ചയായും ആ ദൃശ്യങ്ങൾ വ്യക്തമായി കാണാം. അതുകൊണ്ട് തന്നെ ദൃശ്യങ്ങൾ വ്യക്തമായി കാണാം. അത് എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിയുന്ന ഒരു പ്രവർത്തകനുമാണ്. കാരണം UDFന്റെ ആ തുറന്ന ജീപ്പിന് തൊട്ടടുത്ത് നിൽക്കുന്ന പ്രവർത്തകൻ വിക്ടോറിയ കോളേജിലെ റാലി ആരംഭിച്ചത് മുതൽ ഈ ജാഥയ്ക്കൊപ്പമുണ്ടായിരുന്ന ഒരാൾ. അയാളാണ് CPM കമ്മിറ്റി ഓഫീസിന് മുമ്പിലെത്തിയപ്പോഴേക്കും ആസൂത്രമായി മുഖം മറയ്ക്കുകയും എറിയുകയും ഒക്കെ ചെയ്യുന്നത്, കല്ലേറുണ്ടാകുകയും പിന്നീട് പടക്കുമെറുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അയാളെ വളരെ എളുപ്പത്തിൽ തന്നെ തിരിച്ചറിയാൻ സാധിക്കും. പക്ഷേ അങ്ങനെ ഒരാൾക്കെതിരെയുള്ള കേസ് പോലും ഇതുവരെ പോലീസ് എടുത്തിട്ടില്ല, രജിസ്റ്റർ ചെയ്തിട്ടില്ല. അജ്ഞാതൻ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. UDF പ്രവർത്തകർക്ക് പോലും അറിയാം അയാൾ ആരാണെന്ന്. പക്ഷെ എന്തായാലും ഇതുവരെ ഒരാളെ പോലും പിടികൂടിയിട്ടില്ല. സന്തോഷ്, ഈ പോലീസ് ഇത്രയും സമയമായിട്ടും നടപടി എടുക്കാത്തതിൽ ഇനിയും പ്രതിഷേധങ്ങൾ ഉയർന്നു വരാനാണ് സാധ്യത അല്ലേ? ഇതിന് പിന്നിൽ പോലീസിന്റെ ഒരു നിലപാട് കൂടി ഉണ്ട് എന്നൊരു പ്രധാന കാരണം. ഇന്നലെ ഈ സംഭവം ഉണ്ടായപ്പോൾ സ്വാഭാവികമായും പോലീസ് ഇക്കാര്യത്തിൽ സംരക്ഷിക്കാൻ, അതായത് രണ്ടു കൂട്ടരെയും പിരിച്ചുവിടുകയും അതിനിടയിൽ ഒരു സംരക്ഷണം ഒരുക്കുകയാണ്, ജില്ലാ കമ്മിറ്റി ഓഫീസിന് സംരക്ഷണം ഒരുക്കുകയും ഒക്കെ ആയിരുന്നു വേണ്ടിയിരുന്നത്. കാരണം ഒരു ആഹ്ലാദ പ്രകടനമാണ് നടക്കുന്നത്, ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുമ്പിലൂടെയാണ് നടക്കുന്നത്. സ്വാഭാവികമായ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവിടെ പോലീസ് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ സംരക്ഷണം ഒരുക്കുമെന്നാണ് പ്രതീക്ഷ. പക്ഷെ അങ്ങനെയല്ല ഉണ്ടായത്. ഈ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വളരെ ആസൂത്രിതമായി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ഇരച്ചു കയറുകയാണ് പോലീസ് ചെയ്തത്. അവിടെ ഉണ്ടായിരുന്നവരെ അതിഭീകരമായി ലാത്തിചാർജിന് വിധേയമാക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ലാത്തിചാർജ് നടത്തേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും അത് ചെയ്തത് ഭരണം മാറി മണിക്കൂറുകൾക്കകം പോലീസിന്റെ നിറവും മാറുന്നു എന്ന് തന്നെയാണ് ജില്ലാ സെക്രട്ടറി ഇന്ന് രാവിലെ നമ്മളോട് പറഞ്ഞത്. അല്ലെങ്കിൽ ഇത്തരത്തിൽ ആസൂത്രിതമായി ഒരു ആക്രമണം നടത്തേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. സന്തോഷ്, മാത്രമല്ല ഭരണം മാറി മണിക്കൂറുകൾക്കകമാണ് ഇത്തരത്തിലൊരു മാറ്റം, അല്ലെങ്കിൽ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്തൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതിനെതിരെ ശക്തമായി ഇപ്പോൾ പ്രതിഷേധവും നടക്കുന്നു അല്ലേ? അതായത് ഇന്നലെ ഇവിടെ ഓരോ സ്ഥാനാർത്ഥികളായി വിജയിച്ച MLA-മാരാകുന്നു. അവർക്കെല്ലാം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സ്വീകരണം നൽകുകയാണ്. അത് ഏകദേശം വൈകുന്നേരം കഴിഞ്ഞ് സന്ധ്യയായി. അപ്പോഴും ആ സ്വീകരണങ്ങൾ നൽകുകയാണ്. കാരണം 7ഓളം MLA-മാരാണ് പാർട്ടിക്ക് ലഭിച്ചത്. അവരെല്ലാവരും ഓരോ ഘട്ടത്തിൽ അവരുടെ വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് കഴിഞ്ഞ് പാർട്ടി ഓഫീസിലേക്ക് എത്തുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് സ്വീകരണമൊക്കെ നൽകി കഴിഞ്ഞതിന് ശേഷം എല്ലാവരും അവിടെ നിന്നും മടങ്ങി. പിന്നെ ഒരു 7 മണി ആയപ്പോഴാണ് UDFന്റെ ജാഥ അതുവഴി മുന്നോട്ട് പോകുന്ന, ആഹ്ലാദ പ്രകടനം പോകുന്ന. അപ്പോൾ ആ സമയത്ത് എന്തായാലും ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ആരും ഉണ്ടായിരുന്നില്ല, പ്രവർത്തകരും ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് ഓഫീസ് സ്റ്റാഫുകളായ വളരെ കുറച്ച് പേർ മാത്രമാണ്. അപ്പോൾ അതിനുശേഷം ഈ ജാഥ മുന്നോട്ട് പോവുകയും അവിടെ അല്പസമയം ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ അല്പസമയം തന്നെ നിൽക്കുകയും ചെയ്തു. നിൽക്കുന്നതിന് പിന്നാലെയാണ് വളരെ മോശമായ പദപ്രയോഗങ്ങളിലൂടെയുള്ള മുദ്രാവാക്യങ്ങൾ മുഴങ്ങിയത്. അതിന് പിന്നാലെ പടക്കമേറുണ്ടായി, കല്ലേറുണ്ടായി. അവിടെ ഉണ്ടായിരുന്ന കുറച്ചു പേര് ഇത് ചോദ്യം ചെയ്തതിന് പിന്നാലെ അവർക്ക് നേരെയും കല്ലേറുണ്ടായി. ആ കല്ലേറിനിടയിലാണ് പോലീസ് ലാത്തി ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഈ സംഭവം അറിഞ്ഞാണ് CPM സംസ്ഥാന സമിതി അംഗവും മുൻ MP-യുമായ കൃഷ്ണദാസ് അങ്ങോട്ട് എത്തുന്നത്. അദ്ദേഹം ഈ പോലീസിനെ മാറ്റാനും പ്രവർത്തകരെ ശാന്തമാക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. കാരണം CPM ജില്ലാ കമ്മിറ്റി, പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസ് ഈ അടുത്ത കാലത്ത് നവീകരിച്ചാണ്. അത് പ്രകാരം 1ാം നിലയിലാണ് റിസപ്ഷനും മറ്റ് ഓഫീസ് കാര്യങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്ന മുറികളുള്ളത്. താഴെ പാർക്കിംഗ് ഒക്കെയാണുള്ളത്. അപ്പോൾ ഈ 1ാം നിലയിലേക്ക് പോലീസ് അതിക്രമിച്ച് കയറാനായിരുന്നു ശ്രമിച്ചത്. അപ്പോൾ 1ാം നിലയിലേക്ക് കയറണമെങ്കിൽ ആ പടിക്കെട്ടുണ്ട്. ആ പടിക്കെട്ടിൽ അദ്ദേഹം 2 കൈയും വിരിച്ച് നിന്ന് പോലീസിന് തടയുന്നു. അതിനെതിരെ അദ്ദേഹത്തെയും പോലീസ് കയ്യേറ്റം ചെയ്യുന്ന നിലയിലേക്ക് വന്നു. അത് ഉള്ളിൽ കയറിയിരുന്നെങ്കിൽ അത് വ്യാപകമായ രീതിയിലുള്ള വലിയൊരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയേനെ. പക്ഷെ എന്തായാലും കൃഷ്ണദാസ് തടയാൻ കഴിഞ്ഞു എന്നതാണ്. കാരണം അത്ര ആസൂത്രിതമായി മനഃപൂർവ്വമായ ഒരു ആക്രമണം അവിടെ പോലീസ് പ്ലാൻ ചെയ്തിരുന്നു എന്ന് തന്നെയാണ് CPM ജില്ലാ ഘടകം കരുതുന്നത്.
സന്തോഷ്, മാത്രമല്ല ഈ കോൺഗ്രസ് അനുകൂല പോലീസ് ഇത് അതിക്രമം നടത്തി അല്ലെങ്കിൽ മർദ്ദിച്ച ഈ പോലീസുകാരുടെ അടക്കം ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. മാത്രമല്ല ഇവർ UDF രഹസ്യ യോഗം അടക്കം ഇവരുമായി ചേർന്ന് നടത്തിയെന്ന് അടക്കമുള്ള തെളിവുകൾ പുറത്തു വന്നിരുന്നു. എന്നിട്ടും നടപടിയെടുക്കാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ വാഹനത്തിൽ പിറകിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അധികാരത്തിന്റെ ലഹരിയിൽ മുമ്പിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ ആക്രമണം ഉണ്ടായി രാത്രിയോടുകൂടിയാണ് ഈ പോലീസ് സംഘം, അതായത് പാലക്കാടിലെ UDF അനുകൂല പോലീസ് സംഘങ്ങൾ ഈ രമേശ് പിഷാരടി അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ഹോട്ടലിലെത്തി സന്ദർശിച്ച ദൃശ്യങ്ങൾ പുറത്തു വന്നു. അവരോടൊപ്പം ഫോട്ടോ എടുക്കുന്ന ദൃശ്യങ്ങളൊക്കെ വന്നത്. അത് പാലക്കാട് ജില്ലയിൽ കോൺഗ്രസ് വിജയിച്ച ഏക കോൺസ്റ്റിറ്റ്യുവൻസിയാണ് ഈ പാലക്കാട് നിയോജകമുണ്ട്. അതുകൊണ്ട് തന്നെ ഏക കോൺഗ്രസ് നേതാവും രമേശ് പിഷാരടിയാണ്. ഈ രമേശ് പിഷാരടിയോടൊപ്പം ഇവരെന്തുകൊണ്ടാണ് എന്തിനാണ് ആ സമയം ചെലവഴിച്ചത്? അത് പോലീസുകാരാണ്, പോലീസ് പ്രവർത്തിക്കുന്നവരാണ്. അവർ ആ രാത്രി തന്നെ എത്തി അയാൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു. അതേസമയം തന്നെ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു. അവരാകട്ടെ പാലക്കാടിലെ CPM അനുകൂല പോലീസുകാർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പോലീസുകാരുണ്ടെങ്കിൽ പ്രവർത്തിക്കുന്നവരുണ്ടെങ്കിൽ നിലവിലുള്ളവരെ മുഴുവൻ ട്രാൻസ്ഫർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള ലിസ്റ്റ് രമേശ് പിഷാരടിക്ക്, രാഹുൽ മാങ്കൂട്ടത്തിന്, ഷാഫി പറമ്പിലിന് തുടങ്ങിയവർക്കൊക്കെ ഇന്നലെ രാത്രി തന്നെ നൽകുകയും ചെയ്തു. അപ്പം അതുകൊണ്ട് തന്നെ ഇന്നലെ ഉണ്ടായ ആക്രമണം ഈ കോൺഗ്രസ് നേതൃത്വത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണോ എന്ന സംശയമാണ് ഉയരുന്നത്. ആ ദൃശ്യങ്ങൾ തന്നെ പുറത്തു വന്നത് പോലീസിനുള്ളിൽ തന്നെയുള്ള പലരുമാണ്. കാരണം പോലീസുകാർക്ക് തന്നെ പോലീസിനുള്ളിൽ പ്രവർത്തിക്കുന്നത് തന്നെ ഇഷ്ടപ്പെട്ടില്ല ഇത്തരത്തിലുള്ള ഏകപക്ഷമായ ചിലരുടെ നടപടികൾ. അവരിൽ പലരും ഉയർന്ന റാങ്കുള്ള പോലീസുകാരാണ് എന്നതുകൂടി ശ്രദ്ധിക്കണം. അതായത് ഇവിടെയുള്ള നിയമപരിപാലനത്തിന് ചുമതലപ്പെട്ടവരാണ്. ഏകപക്ഷീയമായി ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ വിജയിച്ച ഉടൻ തന്നെ ചെന്ന് കണ്ട് അഭിനന്ദനം അറിയുക. അതേസമയം ആക്രമണം കൂടി ഉണ്ടാവുകയും ചെയ്യും. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്ന നിമിഷങ്ങൾക്കകമാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നത്. മാത്രമല്ല CPM പ്രവർത്തകരെ തെരഞ്ഞു പിടിച്ച കള്ളക്കേസിൽ കുടുക്കാൻ അടക്കം പറഞ്ഞിട്ടുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ രമേശ് പിഷാരടി മാത്രമല്ല ഷാഫി പറമ്പിൽ, MP രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവരുടെ അറിവോടെ ആയിരുന്നു ഇത്തരത്തിലൊരു സംഭവം നടന്നത് എന്നതടക്കമുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. സന്തോഷ്, പോലീസും കരുതണ്ടെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവർക്കും താക്കീത് നൽകിക്കൊണ്ട് ഇത് ഒരു അതായത് ഈ വിജയം ഉണ്ടായ ഉടൻ തന്നെ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസ്, ഏരിയ കമ്മിറ്റി ഓഫീസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രവർത്തകരല്ല ഓഫീസ് കേന്ദ്രീകരിച്ച് മുന്നിലേക്ക് പ്രകടനം നടത്തണമെങ്കിൽ ആസൂത്രണം ചെയ്തിരിക്കണം. മാത്രമല്ല ഇങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ സ്വാഭാവികമായും പോലീസ് വിവിധ പാർട്ടി ഓഫീസുകൾക്ക് സംരക്ഷണം നൽകും. അതിപ്പോൾ ഏതായാലും UDF ആയാലും LDF ആയാലും അതൊരു സ്വാഭാവികമായ ഒരു പ്രോട്ടോക്കോളാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ ആക്രമണം ഉണ്ടാകുമോ എന്ന് ഇതിനു മുമ്പും പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ജില്ലയിലെ പോലീസുകാർക്കും അവർക്ക് കൃത്യമായി അറിയാം ഇത്തരത്തിൽ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ സാധ്യതയുണ്ടെങ്കിൽ ആ സ്ഥലങ്ങളിൽ കൂടുതൽ സുരക്ഷയ്ക്കായി പോലീസുകാരെ വിന്യസിക്കുന്നതാണ് പതിവ്. പക്ഷേ ഇവിടെ ഉണ്ടായിരിക്കുന്നത് ആക്രമണത്തിന് അവർ തന്നെ പിന്തുണ നൽകുകയും ജില്ലാ കമ്മിറ്റി ഓഫീസിനുള്ളിലേക്ക് കയറുകയും ചെയ്യുക എന്നാണ്. ഈ CPM പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ജില്ലാ കമ്മിറ്റി ഓഫീസൊക്കെ ജീവൻ കൊടുത്ത് സംരക്ഷിക്കണമെന്ന് തരത്തിൽ നിലപാടുള്ള പ്രവർത്തകരാണ്. അപ്പം അവരെ അതിലേറെ പ്രകോപിപ്പിക്കുന്നതായിരുന്നു ഇന്നലത്തെ അതിക്രമവും ലാത്തിച്ചാർജും. ആക്രമണത്തിനെതിരെ പ്രതിഷേധിച്ച CPM പ്രതിഷേധ പ്രകടനം പുരോഗമിക്കുകയാണ്.